ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ആണ് നിങ്ങളുടെ സ്വന്തം വർമിത മിസ് ആണ്. യെസ് എടാ, അപ്പൊ നമ്മൾ ഒരു ബ്ലർബ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവില്ലേ? എന്താണ് ഈ ബ്ലർബ്? കുറെ പേർക്ക് ഡൗട്ട് ഉള്ളതായിരിക്കും. അപ്പോഴാ നമ്മൾ ബ്ലർബ് എന്താണ് ഈ ഒറ്റ വീഡിയോയിൽ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നതാണ്. ഒരു ബ്ലർബ് എങ്ങനെ എഴുതാന്നുള്ളതും മിസ് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. യെസ്, അപ്പൊ എന്താണ് ബ്ലർബ്? നിങ്ങളിപ്പോൾ ഒരു ലൈബ്രറിയിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റോറിൽ പോകുന്ന സമയത്ത് ഒരുപാട് ബുക്സ് ഒക്കെ കാണാറില്ലേ? അപ്പൊ അതിനകത്ത് നമ്മളൊരു ബുക്ക് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ കാണുന്നത് നമുക്ക് കവർ പേജ് എന്ന് പറയാം. ഇതിന്റെ ബാക്കിൽ നമ്മൾ മറിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ബുക്കിനെ കുറിച്ച് ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ? ആ ബുക്കിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്ക് എടുത്താണെന്ന് വിചാരിക്കാം. അപ്പൊ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്ക് എടുത്താണെന്നുണ്ടെങ്കിൽ ആ ബുക്കിനെ കുറിച്ച് ഒരു സമ്മറി പോലെ എന്താ പറയാ, ആ ബുക്കിന്റെ ബാക്കിൽ ഇങ്ങനെ കാണാം. അപ്പൊ നോക്കിയാ ഹാരി പോട്ടറിന്റെ ബാക്കിലുള്ള ഒരു വേർഡ്സ് ഒരു സംഗതിയാണിത്. There is a plot, Harry Potter, a plot to make most terrible things happen to Hogwarts School of Witchcraft and Wizardry this year. Harry Potter's summer has included the worst birthday ever, doomy warnings from a house elf called Dobby, and rescue from the Dursleys by his friend Ron Weasley in a magical flying car. Back at Hogwarts School of the Witchcraft and Wizardry of the second year, Harry hears strange whispers echo through empty corridors, and then the attacks start. Students are found as though turned to stone. Dobby's sinister predictions seem to be coming true. So നമുക്ക് ഒരു ക്യൂരിയോസിറ്റി വരികയാണല്ലേ, ആരാണ് ഈ ഡോബിന്റെ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ആ ഹാരി പോട്ടറിന്റെ ആ സ്കൂളിൽ നടക്കുന്ന സംഗതി എന്തൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വരുന്നില്ലേ? യെസ്, ഇതേപോലെ ഒരു ക്യൂരിയോസിറ്റി വരുത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ബുക്ക്, അതായത് ആ ഒരു ബുക്ക് ആ ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ബ്ലർബ് എന്ന് പറയുന്നത്. സോ ബ്ലർബ് is a short description or summary usually found on the back cover of a book or in advertisement. പരസ്യത്തിലോ അല്ലെങ്കിൽ ബുക്കിന്റെ ബാക്ക് കവറിലോ നമുക്ക് കാണുന്നതാണ് കേട്ടോ. It gives a reader a quick idea of what the book or product is about. എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടി ഈസി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം മക്കളെ, ബ്ലർബ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതൊരു ഷോർട്ട് സമ്മറി ആണെന്ന് പറഞ്ഞല്ലോ. യെസ്, അതിന്റെ അത് പുറം അല്ലെ, നമ്മുടെ ആ ഒരു ബുക്കിന്റെ പുറത്താണ് കാണുന്നത്. അതേപോലെ തന്നെ അതിന്റെ പേർപ്പസ് എന്താണ്? ആള് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ആൾക്കാരെ കൊണ്ട് ആ ബുക്ക് എടുപ്പിക്കാനുള്ള വാങ്ങിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ് കേട്ടോ. അത് നമ്മൾ ഈ CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മളെ ഒരു ആള് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ നമ്മളെ പർച്ചേസ് ചെയ്യാൻ, നമ്മളെ എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സംഗതിയാണ് CV. അപ്പൊ അത് അത്രയും ഭംഗിയായിരിക്കണം. അതേപോലെ തന്നെയാണ് ബ്ലർബ് കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, റീഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇനി നോക്കിയടാ, ഇപ്പൊ ഞാന് നിങ്ങൾക്ക് ഒരു ബ്ലർബിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം. അതായത് ഈ ഒരു ഫോമാറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഏത് ബുക്കിന്റെ വേണമെങ്കിലും ബ്ലർബ് എഴുതാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഓൾറെഡി തരും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ബ്ലർബിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ പബ്ലിഷിംഗ് ഇയർ ഉണ്ടാവും, അതേപോലെ തന്നെ ഓതറിന്റെ പേരുണ്ടാവും, ഓതറിന്റെ വേറെ ഏതെങ്കിലും വർക്ക്സ് ഉണ്ടെന്നാണെങ്കിൽ ആ വർക്ക്സിന്റെ പേരുണ്ടാവും, അതേപോലെ തന്നെ ഓതറിന്റെ എന്താ പറയാ, ചിലപ്പം കിട്ടിയ എന്തെങ്കിലും അവാർഡ് ഉണ്ടെന്നാണെങ്കിൽ ആ ബുക്കിന് കിട്ടിയ വേറെ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് മെൻഷൻ ഉണ്ടാവും. സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങളെ ബ്ലർബിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റിലുള്ള, അതായത് ആ ഒരു വർക്കിൽ ആ ഒരു ബുക്കിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഒരു ബ്ലർബ് എഴുതാനായിട്ട്. അപ്പൊ ഏത് ബ്ലർബ് കിട്ടിക്കഴിഞ്ഞാലും ഏതൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന ഒരു ബ്ലർബിന്റെ ഫോർമാറ്റ് ആണ് കേട്ടോ ഇത്. നോക്കിടാ, ഫസ്റ്റ് തന്നെ നമ്മൾ മേലെ ബുക്കിന് ടൈറ്റിൽ കൊടുക്കുക. എന്ത് ചെയ്യാ? ബുക്കിന് ടൈറ്റിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഓതറിന്റെ നെയിം ആരാണ്, ഒപ്പം MT വാസുദേവൻ നായർ ആണെങ്കിൽ MT വാസുദേവൻ നായർ, ചാൾസ് ഡിക്കൻസ് ആണെങ്കിൽ ചാൾസ് ഡിക്കൻ പേര് കൊടുക്കുക. ദെൻ പബ്ലിഷ്ഡ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, വർഷം കൊടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ നോട്ട് നെസസറി ഒഴിവാക്കി വിടുക. എന്നിട്ട് നോക്കിടാ, ബുക്കിന്റെ ടൈറ്റിൽ, അതായത് ഇപ്പം എന്താ പറയാ, ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുള്ളൊരു ബ്ലർബ് കാണിച്ചു തരാം. അപ്പൊ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. യെസ്, അപ്പൊ അല്ലെങ്കിലും ഹാരി പോട്ടർ ആയിക്കോട്ടെ. ഹാരി പോട്ടർ ഇസ് എൻ എക്സൈറ്റിംഗ്, എന്നിട്ട് എന്താ, മിസ്റ്ററി ആണോ, അഡ്വെഞ്ചർ ആണോ, റൊമാൻസ് ആണോ, എന്ത് തരത്തിലുള്ള ബുക്കാണ് എന്നുള്ളത് അത് എഴുതി വെക്കുക കേട്ടോ. ഇസ് എൻ എക്സൈറ്റിംഗ് റൊമാൻറ്റിക് നോവൽ അല്ലെ. ഹാരി പോട്ടർ റൊമാൻറ്റിക് അല്ല, മിസ്റ്റീരിയസ് നോവലാണ് അല്ലെ. ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ മാജിക്കൽ നോവലാണ്. നോവൽ ദാറ്റ് ടേക്സ് റീഡേഴ്സ് ഓൺ എ ജേർണി ത്രൂ അല്ലെ. ജേർണി ത്രൂ എങ്ങോട്ടേക്കാണ്? ഹോഗ്വാർട്സ് എന്ന് പറയുന്ന സ്കൂളിലേക്കാണല്ലോ. ജേർണി ത്രൂ ഹോഗ്വാർട്സ് സ്കൂൾ. ദ സ്റ്റോറി ഫോളോസ് ഹാരി പോട്ടർ. അപ്പൊ മെയിൻ ക്യാരക്ടർ ആണ്, ഏതാണോ മെയിൻ ക്യാരക്ടർ ആ മെയിൻ ക്യാരക്ടറിന്റെ പേര് പറയാ. ഹാരി പോട്ടർ ഹൂ, എന്നിട്ട് എന്താണ് അവിടെ നടക്കുന്നത് അല്ലെ. ഹാരി പോട്ടർ ഹൂ അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്താ മേക്ക് സം എക്സ്പ്ലോറേഷൻസ് ഇൻ ദ ഹോഗ്വാർട്സ് സ്കൂൾ അല്ലെ. ആ ഒരു ഹോഗ്വാർട്സ് സ്കൂളിൽ കുറച്ച് മാജിക്കൽ എക്സ്പ്ലോറേഷൻസ് നടത്തുന്ന ഹാരിന്റെയും ഫ്രണ്ട്സിന്റെയും കഥയാണ് ഇതെന്നുള്ളത് അവിടെ എഴുതാം. നെക്സ്റ്റ്, ആസ് ദ സ്റ്റോറി അൺഫോൾഡ്സ്, അതായത് കഥ മുന്നോട്ട് പോകുമ്പോൾ
highlight a key twist, conflict or question that keeps the readers hooked. അതായത് ആ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് ഹാരി ഹാസ് ടു ഫേസ് മെനി ചാലഞ്ചസ് അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഡോബിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? യെസ്, ഡോബി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ വരുന്ന പറഞ്ഞിട്ടില്ലേ? യെസ്, ആസ് ദ സ്റ്റോറി അൺഫോൾഡ്സ് ദ എൽഫ് ഡോബി കംസ് വിത്ത് മെനി പ്രഡിക്ഷൻസ് അല്ലെ, പുതിയ പ്രഡിക്ഷൻസുമായിട്ട് ഡോബി എന്ന എൽഫ് വരികയാണ്. വിൽ ഹാരി ഓവർകം എന്താണോ ആ ചാലഞ്ച് അല്ലെ, ആ ഡോബിന്റെ പ്രഡിക്ഷൻസിനെ ഹാരി ഓവർകം ചെയ്യോ, അങ്ങനെ കൊടുക്കുക. അതായത് ആൾക്കാരെങ്കിൽ നമ്മളിങ്ങനെ സീരിയലൊക്കെ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന സമയത്ത് എന്താ ഇപ്പം അല്ലെ നമ്മുടെ എന്തായിരുന്നു ആ ഒരു നമ്മുടെ ചന്ദനമഴയുടെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ എന്താ ദേശായി കുടുംബത്തിൽ അല്ലെ നാളെ ഒരു പൊട്ടിത്തെറി സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കില്ല, അതുപോലെ ഒരു സംഗതിയാണ് കേട്ടോ. ദെൻ ദിസ് ബുക്ക് ഹാസ് റിസീവ്ഡ്, എന്തെങ്കിലും അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് എഴുതുക. ആൻഡ് ഹാസ് ബീൻ പ്രൈസ്ഡ് ഫോർ, എന്തെങ്കിലും അങ്ങനത്തെ അവാർഡൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഇത് എഴുതാം കേട്ടോ. ദെൻ അബൌട്ട് ദി ഓദർ, ഓദറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെന്നാണെങ്കിൽ ഇപ്പം JK റൗളിംഗ് ആണ് ഏത് നമ്മുടെ ഹാരി പോട്ടറിന്റെ. സോ JK റൗളിംഗ് ഇസ് റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് എന്താ ഫിലാന്ത്രോപ്പിസ്റ്റ്, അവരൊരു മനുഷ്യ സ്നേഹിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. നോൺ ഫോർ, അവരുടെ വേറെ ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഹാരി പോട്ടറിന്റെ ബാക്കി സീരീസിന്റെ പേര് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. യെസ്, അത് എഴുതാം. ദെയർ സ്റ്റോറി ടെല്ലിംഗ് ഹാസ് ക്യാപ്റ്റിവേറ്റഡ് റീഡേഴ്സ് വേൾഡ് വൈഡ്. ഇത് നല്ലൊരു ഫ്രേസ് ആട്ടോ, സെന്റൻസ് ആണ്. ദെയർ സ്റ്റോറി ടെല്ലിംഗ് ഹാസ് ക്യാപ്റ്റിവേറ്റഡ് റീഡേഴ്സ് വേൾഡ് വൈഡ്, അതായത് അവരുടെ സ്റ്റോറി ടെല്ലിംഗ് എന്താണ് ലോകത്തിലുള്ള ഒരുപാട് റീഡേഴ്സിനെയും പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാക്ഡ് വിത്ത് ഇമോഷൻസ് അല്ലെ, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, സസ്പെൻസ്, ഹ്യൂമർ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എഴുതാം. ദിസ് ബുക്ക് ഇസ് പെർഫെക്റ്റ് ഫോർ റീഡേഴ്സ് ഹു എൻജോയ് തീം അല്ലെ, ഇതേപോലത്തുള്ള ബുക്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു റീഡ് ആണെന്ന് കൊടുക്കുക കേട്ടോ. ദെൻ ഡൈവ് ഇൻ ടു, അതായത് എന്താ നമ്മൾ ലാസ്റ്റ് ആൾക്കാർ ഇങ്ങനെ പിടിച്ചിരുത്താണ്. ഡൈവ് ഇൻ ടു എന്ത്, ഇപ്പം ഹാരി പോട്ടർ അല്ലെ, ഹാരി പോട്ടർ ആൻഡ് ഫിലോസഫർ സ്റ്റോൺ, അല്ലെങ്കിൽ ഹാരി പോട്ടർ ആൻഡ് സീക്രട്ട് ഓഫ് അല്ലെ എന്താ പറയാ ഫിലോസഫർ സ്റ്റോൺ എടുക്കുക. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫർ സ്റ്റോൺ ആൻഡ് എക്സ്പീരിയൻസ് എ സ്റ്റോറി ഫുൾ ഓഫ് മാജിക്, മിസ്റ്ററി ആൻഡ് ലോട്ട് മോർ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പൊ ഇതും നിങ്ങൾക്ക് ഏത് ബുക്കിന്റെയും ലാസ്റ്റ് വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഡൈവ് ഇൻ ടു, ആ ബുക്കിന് ടൈറ്റിൽ കൊടുക്കുക. ആൻഡ് എക്സ്പീരിയൻസ് എ സ്റ്റോറി ഫുൾ ഓഫ്, ഇപ്പം നമ്മുടെ എന്താ പറയാ പ്രേമത്തിനെ കുറിച്ച്, എന്തെങ്കിലും സ്നേഹത്തിനെ കുറിച്ചോ ലവിനെ കുറിച്ചിട്ടാണെങ്കിൽ ഇൻ ടു സ്റ്റോറി ഫുൾ ഓഫ് ലവ്, റൊമാൻസ് ആൻഡ് ലോട്ട് മോർ. ആൻഡ് ലോട്ട് മോർ എന്ന് കൊടുക്കുക, അതായത് ഇനി എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ള പോലെ കൊടുക്കുക. അപ്പൊ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ആണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. യെസ്, അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ ബുക്കിന്റെ ഒരു ബ്ലർബ് ആണ് കേട്ടോ. നോക്കിയിടാം. പെരുമ്പടവം ശ്രീധരൻ അല്ലെ, അപ്പൊ അദ്ദേഹത്തിന്റെയാണ് ഈ ഒരു വർക്ക്. A renowned novelist and short story writer presents ഒരു സങ്കീർത്തനം പോലെ a literary masterpiece that delves into the turbulent life of legendary Russian writer Fyodor Dostoevsky. ഡസ്റ്റോവസ്കിന്റെ കുറിച്ചുള്ള ബുക്കാണിത്. The novel beautifully captures his struggles from failed relationships and poverty. ഇതൊക്കെ നിങ്ങളുടെ 2018-ലോ 19-ലോ ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. അതായത് ആ വർഷത്തെ മോഡലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സാധനമായിരുന്നു. സോ അതിൻ്റെ അകത്ത് തന്നെ ഈ റഷ്യൻ റൈറ്റർ ആയിട്ടുള്ള ഫയോഡോർ ദസ്തയേവ്സ്കിനെ കുറിച്ചൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ എവിടുന്ന് കിട്ടും എന്ന് ആലോചിക്കേണ്ട. നിങ്ങൾ എന്താണോ എഴുതേണ്ടത് അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു ഫോർമാറ്റിൽ ഒരു ബ്ലർബ് എഴുതുക എന്നുള്ളത് മാത്രമാണ് നിൽക്കുള്ള ടാസ്ക് കേട്ടോ. അപ്പൊ ഓക്കേടാ, അത്രേ ഉള്ളൂ. ഇത് പിന്നെ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബ്ലർബ് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് മാത്രം വായിച്ചു നോക്കുക. അപ്പൊ എന്ത് ചെയ്യടാ, ബ്ലർബ് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് വരികയാണെന്നെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ മിസ് തീർത്ത് തരുന്നതായിരിക്കും. അപ്പൊ ഓക്കേടാ, ഇനി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ.